ഹായ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് NIOS +2 ഇംഗ്ലീഷ് ചാപ്റ്റർ 5 ആണ്, ഫ്യൂവൽ ഓഫ് ദി ഫ്യൂച്ചർ. ഫ്യൂവലിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്, ഇന്ധനത്തിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്ത് ഇന്ധനമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റും പെട്രോളാണ്. അപ്പോൾ പെട്രോളിനെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. പെട്രോൾ എന്ന് പറയുന്നത് നല്ലതാണോ? അല്ല. പെട്രോൾ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ അറ്റ്മോസ്ഫിയറിന്, നമ്മുടെ പ്രകൃതിക്ക് നല്ലതല്ല. പ്രകൃതിക്ക് നല്ലതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പെട്രോള്, ഡീസൽ, മണ്ണെണ്ണ ഇത്തരത്തിലുള്ള ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ പ്രകൃതിയിൽ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെയധികം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, തീർച്ചയായിട്ടും ഇതിനെ പറയുന്ന പേര് ബ്രൗൺ എനർജി എന്നാണ് പറയുക, ബ്രൗൺ എനർജി. ഓക്കെ, സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രൗൺ എനർജിയെ കുറിച്ചിട്ടല്ല, പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ക്ലീൻ എനർജിയെ കുറിച്ചിട്ടാണ്. അല്ലെങ്കിൽ ഈ ക്ലീൻ എനർജിയുടെ വേറൊരു പേരാണ് ഗ്രീൻ എനർജി. ഓക്കെ, സോ നമുക്കിവിടെ പിക്ചറിൽ കാണാൻ പറ്റും സൂര്യപ്രകാശം, സൂര്യനുണ്ട്, അതുപോലെ തന്നെ ചില കാറ്റാടി യന്ത്രങ്ങൾ കാണാൻ പറ്റും, ഒരു സോളാർ പാനൽ കാണാൻ പറ്റുന്നുണ്ട്, കുറേ മരങ്ങൾ കാണാൻ പറ്റുന്നു. എന്താണ് ഈ ഒരു പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം എന്നുള്ളത് ഞാൻ പറയാം. ക്ലീൻ എനർജി ഇതാണ് എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. നമുക്കറിയാൻ പറ്റും, വാഹനങ്ങൾ ഇപ്പോൾ മിക്കവാറും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും എന്തായിക്കൊണ്ടിരിക്കുകയാണ്, ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്ന EV വാഹനങ്ങളായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ക്ലീൻ എനർജിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്നതും പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷം ഇല്ലാത്തതുമായിട്ടുള്ള എനർജീനെ പറയുന്ന പേരാണ് ക്ലീൻ എനർജി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള എനർജി സ്രോതസ്സുകൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോളാർ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്. ഓരോന്നും പറയാം. സൂര്യപ്രകാശത്തിൽ നിന്ന് കിട്ടുന്ന എനർജീനെയാണ് നമ്മൾ സോളാർ എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിൻഡ് എനർജി ഉണ്ട്, കാറ്റിൽ നിന്ന് കിട്ടുന്ന എനർജീനെയാണ് നമ്മൾ വിൻഡ് എനർജി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ തിരമാലകളിൽ നിന്ന് കിട്ടുന്ന എനർജിയെ നമ്മൾ ടൈഡൽ എനർജി എന്ന് പറയും. അതുപോലെ തന്നെ വെള്ളം വലിയ ഹൈറ്റിൽ, വളരെ വലിയ എലവേഷനിൽ നമ്മൾ കെട്ടി നിർത്തിയിട്ട്, ഡാമുകളിൽ കെട്ടി നിർത്തിയിട്ട് അത് പൈപ്പുകളിലൂടെ, സ്റ്റോക്ക് പൈപ്പുകളിലൂടെ തുറന്നു വിട്ടിട്ട് ടർബൈന് കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് സ്റ്റേഷനുകളൊക്കെ നമുക്കുണ്ട്. അതുപോലെ തന്നെ ബയോഗ്യാസുകളും ഉൽപ്പാദിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. ഇന്ത്യക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേൾഡ്സ് ഓൺലി മിനിസ്റ്ററി ഫോർ റിന്യൂവബിൾ എനർജി സോഴ്സസ്, അതായത് ലോകത്തിലെ തന്നെ റിന്യൂവബിൾ എനർജി സോഴ്സിനായിട്ടുള്ള ഒരു മിനിസ്റ്ററി ഉള്ളത് നമ്മുടെ ഇന്ത്യയിലാണ്. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണുള്ളത് എന്തിൽ, നമ്മുടെ വിൻഡ് എനർജി. ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി ഉപയോഗിച്ചിട്ട്, അതായത് കാറ്റിൽ നിന്നുള്ള എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യത്തിൽ ഇന്ത്യക്ക് 5ാം സ്ഥാനമാണുള്ളത്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ത്യക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഭിമാനത്തോടു കൂടിയിട്ട് തല ഉയർത്തി നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏതൊക്കെ തരത്തിലുള്ള ക്ലീൻ എനർജിയാണ് ഉള്ളത് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? സോളാർ എനർജി ഉണ്ട്. എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് സോളാർ സെല്ലുകളുണ്ട്. ആ സോളാർ സെല്ലുകളിൽ നിന്ന് പിന്നെ നമ്മൾ എനർജി സ്റ്റോർ ചെയ്യുന്നു ബാറ്ററികളിലോട്ട്. അതുപോലെ തന്നെ വിൻഡ് എനർജി ഉണ്ട്. വിൻഡ് എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് ടർബൈനുകൾ ആവശ്യമുണ്ട്. ടർബൈനുകൾ കറങ്ങുന്നതിലൂടെ ഈ അവിടെ ഒരു ആർമേച്ചറും കുറേ മാഗ്നറ്റുകളും സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടൈഡൽ എനർജി ഉണ്ട്. ടൈഡൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തിരമാലകളിൽ നിന്നും ഉത്ഭവിക്കുന്ന എനർജിയാണ് ടൈഡൽ എനർജി. അതെങ്ങനെയാ വെച്ചാൽ തിരമാലകൾ വരുന്നു, ടർബൈനുകൾ ഇവിടെയും വെച്ചിട്ടുണ്ട്, ആ ടർബൈനുകൾ കറങ്ങുന്നു, അതിൻ്റെ ഫലമായിട്ട് ആർമേച്ചർ കറങ്ങുന്നു. അവിടെ കുറേ മാഗ്നറ്റുകളുണ്ട്. മാഗ്നറ്റും ആർമേച്ചറും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വലിയ എലവേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ഡാമുകളിൽ വെള്ളം കെട്ടി നിർത്തിയിട്ട് അത് പൈപ്പിലൂടെ കടത്തി വിട്ടിട്ട് ടർബൈനുകൾ കറക്കിയിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന് നമ്മൾ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ്, ഇപ്പോൾ ഡാമിൽ എങ്ങനെയാണ് നമ്മൾ പറയുന്നത് വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് ആ പ്രോസസ്സ് സിമ്പിളി ഒന്ന് പറഞ്ഞുതരാം. ഡാമുകളിൽ വലിയ ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്തും. ആ സമയത്ത് ആ വെള്ളത്തിനുള്ള എനർജിയുടെ പേരാണ് പൊട്ടൻഷ്യൽ എനർജി. അതിനുശേഷം ഇത് പൈപ്പിലൂടെ തുറന്നു വിടുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജി കിട്ടുന്നു. ഇത് കറങ്ങുന്ന സമയത്ത് ഇത് കറങ്ങിയിട്ട് വെള്ളം വന്നിട്ട് ഇതിൽ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ടർബൈനുകൾ കറങ്ങാനായിട്ട് തുടങ്ങും. ടർബൈൻ കറങ്ങുന്ന സമയത്ത് തന്നെ മെക്കാനിക്കൽ എനർജി ഉണ്ടാവും. അതിൻ്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യപ്പെടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്. അതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല. പക്ഷേ എങ്ങനെയാണ് നമ്മുടെ വിൻഡ് എനർജി എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വിൻഡ് എനർജിയിൽ നിന്ന് എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡ് എനർജിയുടെ മെയിനായിട്ടുള്ള പരിപാടി എന്നിട്ടാ ടർബൈൻ കറങ്ങണം. ടർബൈൻ കറങ്ങാൻ തീർച്ചയായിട്ടും കാറ്റ് വേണം. അപ്പോൾ കറങ്ങുന്ന തരത്തിലുള്ള എനർജിനെ നമ്മൾ പറയാം മെക്കാനിക്കൽ എനർജി എന്നാണ്. അപ്പോൾ ടർബൈൻ കറങ്ങുന്നു, മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു എന്തായിട്ട് മാറുന്നു, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. സിമ്പിളി ഞാനവിടെ ബോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എ ജനറേറ്റർ കൺവേർട്സ് ദിസ് മെക്കാനിക്കൽ പവർ ഇൻ ടു ഇലക്ട്രിസിറ്റി. അപ്പോൾ മെക്കാനിക്കൽ എനർജീനെയാണ് എന്തായിട്ട് മാറ്റുന്നത്, ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ഒന്നുകൂടി പറയാം, ഡാമുകളിൽ എന്താണ് പ്രത്യേകത എന്ന് പറഞ്ഞു, വലിയ ഉയരത്തിൽ വെള്ളം കെട്ടി നിർത്തിയിട്ടുണ്ട്, അതിന് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് തുറന്നു വിടുന്ന സമയത്ത് അതിന് കൈനറ്റിക് എനർജി കിട്ടും. അതിനുശേഷം ഇത് ടർബൈൻ കറങ്ങുന്ന സമയത്ത് അതിന് മെക്കാനിക്കൽ എനർജി കിട്ടും. ഈ മെക്കാനിക്കൽ എനർജിയാണ് ഇലക്ട്രിക്കൽ എനർജി ആവുന്നത്. ഈ ഇലക്ട്രിക്കൽ എനർജിയാണ് നമ്മുടെ വീട്ടിൽ ലൈറ്റ് ഇടുന്ന സമയത്ത് ലൈറ്റ് എനർജി ആയിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ഈ പറയുന്ന വിൻഡ് എനർജിയുടെ കാര്യത്തിൽ എന്താണ്, മെക്കാനിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി എന്ന് മാത്രം മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ,
അപ്പോൾ അടുത്തത്, അപ്പോൾ ഇനി വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനായിട്ടുള്ളത്, എനർജീനെ പുതിയതായിട്ട് ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല. ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാനേ പറ്റുള്ളൂ. ഇതിന് പറയുന്നതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. സിംപ്ലി എനർജീനെ ഉണ്ടാക്കാനും പറ്റില്ല, നശിപ്പിക്കാനും പറ്റില്ല, ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറ്റാനേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ വിൻഡ് എനർജിയും കാര്യങ്ങളൊക്കെ ഇപ്പോഴല്ലേ വന്നേ എന്ന് വിചാരിക്കും. പക്ഷേ ഈ വിൻഡ് എന്ന് പറയുന്ന സംഭവം, വിൻഡിൻ്റെ പവർ, ഈ കാറ്റിൻ്റെ ശക്തി, കാറ്റിൻ്റെ ഊർജ്ജം നമ്മൾ പല രീതിയിൽ പണ്ട് മുതലേ തന്നെ ഏകദേശം BC 5000 നൂറ്റാണ്ടുകളിൽ തന്നെ ഇത് ഉപയോഗിച്ചിരുന്നു. ഇത് എന്തിനാ ഉപയോഗിച്ചിരുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനല്ല. തീർച്ചയായിട്ടും ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് കണ്ടുപിടിച്ചിരുന്നത്. പക്ഷേ അന്ന് നൈൽ നദികളൊക്കെ ഉണ്ടല്ലോ, നൈൽ നദി നമ്മൾ കേട്ടിട്ടുണ്ട്, നൈൽ നദി. ആ നൈൽ നദിയിൽ നിന്ന് നൈൽ നദിയിലൂടെ യാത്ര ചെയ്യാനായിട്ട്, സാധനങ്ങൾ കൈമാറ്റം ചെയ്യാനൊക്കെ ആയിട്ട് ബോട്ടുകൾ ഉപയോഗിച്ചിരുന്നു. നമ്മൾ പറയും പായ്ക്കപ്പലുകൾ. കാറ്റിൻ്റെ ശക്തി അനുസരിച്ചിട്ട് കാറ്റിൻ്റെ ഗതിയിലൂടെ സഞ്ചരിക്കുന്ന പായ്ക്കപ്പലുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഓടിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിലൂടെ യാത്ര ചെയ്യാനായിട്ട് നമ്മൾ കാറ്റിൻ്റെ ഊർജ്ജത്തിനെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ധാന്യങ്ങളൊക്കെ പൊടിക്കാനൊക്കെ ആയിട്ടും ഈ പറയുന്ന വിൻഡ് എനർജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. കൂടുതലായിട്ട് വിൻഡ് എനർജി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ വെള്ളം പമ്പ് ചെയ്യാനായിട്ടാണ്. വയലുകളിലേക്കും മറ്റുമൊക്കെ വെള്ളം പമ്പ് ചെയ്യാനായിട്ടാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള യൂസേജസ് വന്നതെന്നൊക്കെ പറയാം. ഈ അമേരിക്കയിൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ ഏകദേശം 19-ാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഇത്തരത്തിൽ വിൻഡ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. അതായത് കാറ്റിൻ്റെ എനർജി ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്തിനാണ്? വെള്ളം പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. 1910 കൂടിയിട്ടാണ് ഈ പറയുന്ന വിൻഡിൻ്റെ ടർബൈന് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ട് തുടങ്ങിയത് അമേരിക്കയിലൊക്കെ 1910. പിന്നെ നെതർലാൻഡ്, ഡെൻമാർക്ക് പോലെയുള്ള സ്ഥലങ്ങളിലും ഇപ്പോൾ ഒരുപാട് തരത്തിൽ വിൻഡ് എനർജി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ, ഒരു 10 വർഷം മുന്നേ തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു ലീഡർ എന്ന് പറയാൻ പറ്റും. ഏറ്റവും കൂടുതൽ വിൻഡ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ തമിഴ്നാട് എന്ന് പറയുന്നത്. ഓക്കെ. ഏകദേശം തമിഴ്നാട്ടിൽ ഇന്ത്യയുടെ ഏകദേശം 2000 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ വിൻഡ് എനർജിയിൽ നിന്നാണ്. ഓക്കെ. മധുര പോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽ കാറ്റാടി പാടങ്ങൾ കാണാൻ പറ്റും. നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത്തരത്തിൽ ഒരുപാട് കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ചെന്നൈ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാറ്റാടി യന്ത്രങ്ങൾ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഏജൻസികളെയാണ് ഏർപ്പെടുത്താറ്. അപ്പോൾ ഏജൻസികൾ പ്രോപ്പറായിട്ട് അവരൊരു പറയും ഇത്ര മെഗാവാട്ട് കറണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റും എന്നൊക്കെ. അപ്പോൾ അത്തരത്തിൽ അവർ പ്രോമിസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഒരു റിസർച്ച് ടീമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവർ പ്രോമിസ് ചെയ്തിട്ടുള്ള രീതിയിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തിരുന്നു. അതുപോലെ തന്നെ നമുക്കിവിടെ പറയാൻ പറ്റും ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, കേരളത്തിൻ്റെ കുന്നുകളുള്ള സ്ഥലങ്ങൾ, പാലക്കാട് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വിൻഡ് എനർജി ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലും വിൻഡ് എനർജി വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത്, ശരിക്കും വിൻഡ് എനർജി വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, അതിനെന്തെങ്കിലും ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട്. എപ്പോഴും നമുക്ക് എന്ത് ലഭ്യമല്ല? കാറ്റ് ലഭ്യമല്ല. നമ്മൾ സൂര്യപ്രകാശത്തിൻ്റെ കാര്യം പറയില്ലേ, സൂര്യപ്രകാശം എപ്പോഴും ലഭ്യമാണ്? തീർച്ചയായിട്ടും അല്ല. ഇടയ്ക്ക് നമ്മൾ ചിന്തിക്കും സോളാർ ആക്കിക്കൂടെ, വീട്ടിൽ സോളാർ എനർജി ഫിറ്റ് ചെയ്തൂടെ, സോളാർ പാനൽ ഫിറ്റ് ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കാൻ കിട്ടാം സൂര്യപ്രകാശം എപ്പോഴും ഉണ്ടാവില്ലല്ലോ, മഴക്കാലത്ത് എന്താ ചെയ്യുക എന്നാണ് നമ്മൾ ആലോചിക്കുക. അതേപോലെ തന്നെ കാറ്റിൻ്റെ കാര്യത്തിലും എപ്പോഴും കാറ്റുണ്ടാവില്ല, ചില സമയങ്ങളിൽ കാറ്റുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കില്ല. സോ അതൊരു ഡിസ്അഡ്വാൻറ്റേജ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ക്ലീൻ എനർജിയാണ്, ക്ലീൻ സോഴ്സ് ഓഫ് എനർജിയാണ്, ഗ്രീൻ എനർജിയാണ്. പരിസ്ഥിതിക്ക് ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഇത് വരുത്തുന്നില്ല. ചിലർ പറയുന്നുണ്ട് ഇത്തരത്തിൽ വിൻഡ് മില്ലിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലേഡുകൾ കറങ്ങുന്ന സമയത്ത്, വിൻഡ് മില്ലിൻ്റെ ബ്ലേഡുകൾ ഉണ്ടല്ലോ, ഫാനുകൾ, അത് കറങ്ങുന്ന സമയത്ത് പക്ഷികൾക്കൊക്കെ അപകടങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള സാധനങ്ങൾ കൂടുതലായിട്ട്, ഈ വിൻഡ് മില്ലുകൾ കൂടുതലായിട്ടുള്ളത് റൂറൽ ഏരിയയിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അധികം ഇല്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റിലൂടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷനും കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറ്റ് എപ്പോഴും വീശുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സമയവും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ട് പറ്റില്ല. പക്ഷേ ഭാവിയിൽ തീർച്ചയായിട്ടും വിൻഡ് മില്ലുകളുടെ എണ്ണം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ വലിയ രീതിയിൽ ഊർജ്ജോൽപാദനം നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന വിൻഡ് മില്ല്, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യതയും ഉണ്ട് എന്നാണ് ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത്.